guys, welcome back to my YouTube channel. 555 Angel Tarot Card Reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നീ ഇല്ലാതെ ഞാൻ സന്തോഷിക്കുകയാണ് എന്നാണോ കരുതിയിരിക്കുന്നത്? നിന്നെ എനിക്ക് മറക്കാനാവുകയില്ല. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നതിൽ ഈ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ആണ്. അതായത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു എനർജിയിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരുപാട് നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലൂടെയാണ് ഈ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ഇപ്പോൾ സന്തോഷിച്ചിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്, സന്തോഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ടും അതുപോലെ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ നിങ്ങളെ ചീത്ത പറയാ, നിങ്ങളെ കുറ്റം പറയാ, നിങ്ങളോട് ഗെറ്റ് ഔട്ട് പറയാ, അല്ലെങ്കിൽ നിങ്ങളെ പിണങ്ങുക, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ ഈ പേഴ്സന്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് അല്ലെങ്കിൽ അപ്പോഴത്തെ സാഹചര്യത്തിന് പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേരത്ത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാനസിക മുറിവ്, മാനസിക വിഷമം അത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ അന്നേരത്ത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഇപ്പോൾ ഈ വ്യക്തി അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തു പോയത്, നിങ്ങളോട് പറഞ്ഞു പോയത് തെറ്റായി പോയി എന്നും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നുവെന്നും ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു മോശപ്പെട്ട പ്രവൃത്തി നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ വേദനിച്ചത് അതിന്റെ 100 ഇരട്ടിയായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങളുമായിട്ട് മര്യാദക്ക് സംസാരിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം, നിങ്ങൾ ഒരുപാട് അകലെ ആയിരിക്കാം, ഈ പേഴ്സണും ഒരുപാട് അകലെ ആയിരിക്കാം, നിങ്ങൾ രണ്ടുപേരും അകന്നായിരിക്കാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ കാത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നന്നായി തന്നെ കാത്തിരിക്കുന്നുണ്ട്, പുതിയ പുതിയ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം നിങ്ങളായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവസരങ്ങൾ സ്വീകരിക്കാൻ പറ്റോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റോ, എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ പറ്റോ, എന്തൊക്കെ കാര്യങ്ങൾ മുൻകൈ എടുക്കാൻ പറ്റോ അതെല്ലാം തന്നെ എടുക്കാൻ ഈ വ്യക്തി തയ്യാറാണ്. കാരണം നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. നമുക്കിപ്പോൾ ഒരു കാര്യം സ്വന്തമാക്കണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം, അല്ലേ? ആ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വ്യക്തി കാത്തിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് അതാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു കാർഡ് കാണിക്കാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വിഷ്വലൈസേഷൻ, അഫർമേഷൻസ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിയൂണിയൻ പോസിബിൾ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു റൊമാൻസ് ഏഞ്ചൽസ് കാർഡാണ്. റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിയൂണിയൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിക്കാൻ സാധിക്കും. നിങ്ങൾ എത്രത്തോളം അകലത്തിലാണെങ്കിൽ പോലും, അത് ആര് കാരണം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണം, നിങ്ങൾ മനസ്സിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യണം, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യണം, ആൻഡ് ഓൾസോ പ്രേയേഴ്സ്, പ്രാർത്ഥനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചെയ്താൽ മാത്രമാണ്
നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു എനർജിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടുള്ളൊരു പാഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അണയാത്ത ഒരു തീ പോലെയാണ് ഈ ഒരു പ്രണയബന്ധം കിടക്കുന്നത്. തീ എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം തല്ലിക്കെടുത്താൻ ശ്രമിച്ചാൽ പോലും അത് തല്ലിക്കെടണം എന്നില്ല, അല്ലെങ്കിൽ അത് കെട്ടുപോകണം എന്നില്ല. ഓക്കെ, എന്ന് പറയുന്നത് പോലെ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. അപ്പൊ ആ ഒരു പാഷൻ ഒരിക്കലും നിങ്ങൾക്ക് നശിപ്പിച്ചെടുക്കാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങൾ അകലും തോറും, നിങ്ങൾ അകന്നു പോകും തോറും നിങ്ങൾ രണ്ടുപേരുമുള്ള ആ ഒരു കണക്ഷൻ, നിങ്ങളുടെ രണ്ടുപേർക്കും ഇടയിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് കൂടുതൽ കൂടുതൽ എന്താ പറയാ തീവ്രമായിക്കൊണ്ടിരിക്കും, കൂടുതൽ കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ടിരിക്കും. ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ട്രൂത്ത് ബി ടോൾഡ് എന്നാണ്, അതായത് ചില സത്യങ്ങൾ മറഞ്ഞു കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും ഏതൊരു ബന്ധത്തിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു സത്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് പറയാതെ മറച്ചു വെക്കും. നമ്മളുടെ ജീവിത പങ്കാളിയോടോ അല്ലെങ്കിൽ നമ്മളുടെ ലവറിനോടോ അത് പറയാതെ നമ്മൾ മറച്ചു വെക്കും. ഈ മറച്ചു പിടിച്ച് മുന്നോട്ട് വരും തോറും ഈ ബന്ധം വഷളായിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബന്ധം വളരെയധികം നെഗറ്റിവിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പല സത്യങ്ങളും പറയാതെ കിടക്കുന്നുണ്ട്, പല സത്യങ്ങളും പറയാതെ മറഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് തുറന്നു പറയാൻ തന്നെയാണ് ഈ പേഴ്സൺ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം, എന്തെങ്കിലും സത്യങ്ങൾ എന്നോട് പറയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറയൂ, എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയൂ എന്ന് നിങ്ങൾ പല പ്രാവശ്യവും ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം. ഒരു കാര്യവും മറച്ചു പിടിക്കണ്ട, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറയുന്നു. പക്ഷെ ഈ പേഴ്സൺ അത് തുറന്നു പറയാതെ മനസ്സിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി തയ്യാറാവുകയാണ്. എന്ത് സത്യം, എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ട്, അത് ഈ വ്യക്തി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് നിങ്ങളോട് പറയാതെ. ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കണം. എനിവേ, എന്ത് കാര്യമാണെങ്കിലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വരാൻ പോകുന്നത്. അത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ മിസ്റ്റേക്ക് ആണ്, ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് എന്നാണ്. അതായത് ഈ വ്യക്തിക്ക് മനസ്സിലായി ഒട്ടുമിക്ക തെറ്റുകളും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് ഒട്ടുമിക്ക തെറ്റുകളും ഉണ്ടായിട്ടുള്ളത്. ആ ഒരു കാര്യം ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാണ്, അംഗീകരിക്കുകയാണ്. കാരണം ഈ വ്യക്തി അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതൊരു പക്ഷേ ആദ്യമൊക്കെ ഈ വ്യക്തി അത് സമ്മതിച്ചു തരാൻ തയ്യാറല്ലായിരുന്നു. പലപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്താനാണ് ഈ വ്യക്തി മുൻകൈ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നാണ് തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഓക്കെ, എൻ്റെ തെറ്റുകൾ തിരുത്താൻ ഞാൻ തയ്യാറാണ്, ഞാനാണ് തെറ്റുകാരൻ അല്ലെങ്കിൽ ഞാനാണ് തെറ്റുകാരി എന്നുള്ള ഒരു ലെവലിലേക്കാണ്. അതൊരു വലിയൊരു തിരിച്ചറിവാണ്. കാരണം അതെല്ലാ മനുഷ്യർക്കും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൂടണം എന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ തന്ത്രപൂർവം ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പലതരത്തിലുള്ള അഡിക്ഷൻസ്, അൺഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ ദുശീലങ്ങൾ പഠിപ്പിക്കാം. അതായത് ഇപ്പൊ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം, നല്ലൊരു വ്യക്തിയാണ്, അതാണ് സത്യം. പക്ഷേ ഈ വ്യക്തിയെ മോശപ്പെട്ട സ്വഭാവങ്ങൾ പഠിപ്പിക്കുക. ചിലപ്പോൾ വളരെ പാവമായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുക,
നിങ്ങളുടെ അടുത്ത് ദേഷ്യത്തോടെ പെരുമാറാനായിട്ട് പഠിപ്പിക്കുക. അങ്ങനെ അങ്ങനെ ചെയ്യിപ്പിക്കുന്ന തേർഡ് പാർട്ടി, അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് ശത്രുക്കൾ എന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്താ പറയാ, നിങ്ങളുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പോലും അവിടെ വഴി തെറ്റിക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിച്ചു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവർ നന്നായിട്ട് തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാ, കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. ഇപ്പൊ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുത്തിത്തിരിപ്പ്, ഏഷണി, അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വാസക്കുറവുകൾ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവിടെ നമ്മൾ പറയില്ലേ, വിശ്വാസവഞ്ചന പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങളോടുള്ള വിശ്വാസം ഈ വ്യക്തിക്ക് നഷ്ടപ്പെടാം, നിങ്ങളെ സംശയാസ്പദമായിട്ട് നോക്കിക്കാണാം. ആക്ച്വലി നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്, ഈ പേഴ്സണും സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്കിടയിൽ രസക്കേടുകൾ ഉണ്ടാക്കുക, ഇഷ്ടക്കേടുകൾ ഉണ്ടാക്കുക, അതാണ് ആ തേർഡ് പാർട്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് പലതും പരിശ്രമങ്ങൾ പലതും വിജയിച്ചു എന്നും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു തിരിച്ചറിവൊക്കെ നിങ്ങളുടെ പേഴ്സൺ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ വാട്ടർ ഗാർഡിയൻ ആണ്, കണക്ട് വിത്ത് യുവർ ഇമോഷൻ ആണ്. ഇവിടെ നമുക്ക് വാട്ടർ എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ വാട്ടർ കണ്ടന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അതായത് വെള്ളത്തിന്റെ എനർജിയാണ്. അതായത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ ആ ഒരു എനർജിയിലാണ്, ആ ഒരു രാശിയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു സോഡിയക് എലൈൻമെന്റ് പ്രകാരമായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ കണക്ട് വിത്ത് യുവർ ഇമോഷൻസ് ആണ്. ഈ വാട്ടറിന്റെ, വെള്ളത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും. അതായത് നമ്മളിപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യം മാറിയിട്ട് അവിടെ ഇമോഷണലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് പ്രാക്ടിക്കലായിട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാനും നിങ്ങളെ മാറ്റി നിർത്താനും നിങ്ങളെ കുറ്റപ്പെടുത്താനും ഒക്കെ ഈ പേഴ്സൺ തുടങ്ങി. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ഇമോഷണൽ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇമോഷണൽ എന്ന് പറയുമ്പോൾ അവിടെ വാട്ടർ കണ്ടന്റ് ആണ്, വെള്ളം. അപ്പൊ വെള്ളം എന്ന് പറയുമ്പോൾ അത് ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്, മാനസികപരമായിട്ടുള്ള അറ്റാച്ച്മെന്റിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ച വേദനകൾ, ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, നിങ്ങൾ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കുത്തി നോവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനകളെല്ലാം തന്നെ ഈ വ്യക്തി തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരുപാട് തിരിച്ചറിവുകളുടെ ലോകത്തിലേക്ക് ഈ വ്യക്തി എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്രയും ഒരു നെഗറ്റീവിൽ ആയിരുന്നു ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ പതുക്കെ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.